നമസ്കാരം. പേരെന്തായിരുന്നു? സിൻഡ. ഇവിടെ ഈ ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് എത്ര നാളായി? ഈ സമരം തുടങ്ങിയപ്പോ മുതല് നമ്മള് ഇടക്കിടക്ക് വരാറുണ്ട്. പക്ഷെ ഇവിടെ ഫാസ്റ്റിംഗ് ഇരിക്കണ ആദ്യമായിട്ടാണ്. ഇതിപ്പോ എന്താണ് ഈ ഒരു ഇഷ്യൂ ഇനി മുന്നോട്ട് തന്നെ പോകുമെന്നുള്ളൊരു ഭീതിയുണ്ടോ നിങ്ങൾക്ക് മുനമ്പം നിവാസികൾക്ക്? ഇവിടെ നിന്ന് ആരെ ഇറക്കി വിടൂലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പക്ഷെ നമുക്ക് കിട്ടേണ്ട കുറച്ച് റവന്യൂ റൈറ്റ്സ് ഉണ്ട്. ഇപ്പൊ ഇവിടെ ഉള്ള ഇപ്പൊ എന്നെ പോലുള്ള കുറെ കുട്ടികൾ പഠിക്കണതൊക്കെ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. പഠിക്കണതൊക്കെ ഇവിടുത്തെ പട്ടയം പണയം വെച്ച് ലോൺ എടുത്തും എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടൊക്കെയാണ്. നമ്മൾ ഇത്രയും നാളെ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് നാളായിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട്. അപ്പൊ നമുക്ക് ആ റവന്യൂ റൈറ്റ്സ് ആണ് കിട്ടേണ്ടത്. അല്ലാണ്ട് ഇവിടെ നിന്ന് ആരും വിടാനുള്ള ധൈര്യം ആർക്കും ഇല്ലാന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇറക്കി വിടില്ല എന്ന് നിങ്ങൾ പറയുന്നതിന്റെ കാരണം എന്താണ്? കാരണം അത്രയും ഉറപ്പുണ്ട് നമ്മുടെ പ്രോപ്പർട്ടി ആണിതെന്ന്. എല്ലാവരുടെ കയ്യിൽ തെളിവുണ്ട്. ഈ തെളിവുകളൊന്നും ഈ വഖഫ് ബോർഡിന്റെ നിയമത്തിൽ എടുത്തു നോക്കുന്ന സമയത്ത് അത് അവർക്കതൊരു പ്രശ്നമല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണല്ലോ. നിയമത്തിൽ അങ്ങനെയാണല്ലോ. നിയമത്തിൽ അങ്ങനെയാണ്. പക്ഷെ ഒരു മുസ്ലിം കൺട്രീസിൽ പോലും ഇല്ലാത്ത നിയമം. നമ്മുടെ ഇന്ത്യ ശരിക്കും ഹിന്ദു രാഷ്ട്രം എന്നാണ് പറയുന്നത്. നമ്മളെല്ലാരും അങ്ങനെയല്ലേ പഠിച്ചേക്കണം. അപ്പൊ ഈ മുസ്ലിം കൺട്രീസിൽ ഇല്ലാത്ത നിയമം എന്തിനാ നമ്മുടെ നാട്ടില്? അതിന്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഈ മുനമ്പത്തെ എല്ലാ ജനങ്ങളും ഇതുപോലെ തന്നെ സമാനമായ ചിന്താഗതിയോടുകൂടി ഈ വഖഫ് ബില്ലിനെ എതിർത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അതിലൊരു സംശയമില്ല. ഇല്ല, ഇത് അവസാനം വരെ ആദ്യം ഞങ്ങളും എല്ലാരെ പോലെ സ്റ്റാർട്ടിങ്ങിൽ ഇത് പൊളിഞ്ഞു പോകും തന്നെ വിചാരിച്ചിരുന്നവരാണ്. പക്ഷെ ഇവിടം വരെ എത്തി. ഇപ്പൊ ഇവിടെ കണ്ടാലറിയാമോ ഇവിടെ നിന്നുള്ള ആൾക്കാർ വരെ ഇവിടെ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഇത് ലാസ്റ്റ് വരെയും പോകും. ഇപ്പോൾ ഈ വഖഫ് ബില്ലിൻ അല്ല വഖഫ് ബോർഡിന്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ആളുകൾ ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുനമ്പത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ ഏത് തരത്തിൽ പ്രതികരിക്കുന്നതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾ കേട്ടില്ല, കേട്ടില്ല. വലിയ പ്രതിഷേധം ഉണ്ടാവും. ഞാനും നിങ്ങളും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടാവും. നമ്മുടെ വികാരിയച്ഛൻ 10-60 വയസ്സുണ്ട്. 10-25 വർഷത്തിനുള്ളിലൊക്കെ വികാരിച്ചന് ജീവിച്ചിരിക്കാൻ പറ്റും. എനിക്ക് 40 വയസ്സുണ്ട്. 10-30 വർഷത്തിനുള്ളിൽ ഞാനും ജീവിച്ചിരിക്കുക. ചേച്ചി കാണോ? മെന്നിച്ചേട്ടൻ കാണോ? ഇല്ല. പക്ഷേ ഇത് കൃത്യമായ നിയമനിർമ്മാണത്തിലൂടെ അല്ലാതെ ഈ പ്രശ്നം കോംപ്രമൈസ് ചെയ്യപ്പെട്ടാൽ മുനമ്പങ്ങാരുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഡെമോക്രസിന്റെ വാല് പോലെ എല്ലാ കാലത്തും എത്ര വർഷം കഴിഞ്ഞാലും ഇനി 100 വർഷം കഴിഞ്ഞാലും ഈ നിയമത്തിൽ 1995-ലെയും 2013-ലെയും ഈ നിയമം നിലനിൽക്കുന്ന കാലത്തോളം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത് മുനമ്പങ്ങാരുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന വാളായി നിലനിൽക്കും. രാഷ്ട്രീയ പരിഹാരങ്ങൾ എല്ലാ രാഷ്ട്രീയക്കാരും കൊണ്ടേ. പക്ഷേ ഒരു നിയമം നിർമ്മാണം ആവശ്യമായി വരുമ്പോ അതിനെ വർഗീയവൽക്കരിക്കാൻ ഇവിടെ ഞാനൊരു കാര്യം പറയും. എന്നെ നിയമപരമായി ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ള ഹൈക്കോടതിയിലെ അഭിഭാഷകനായ ഒരു മുസ്ലിം സുഹൃത്താണ്. എന്നെ ഏറ്റവും കൂടുതൽ വഖഫ് ആക്ടിനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ചത് ആ വ്യക്തി. അദ്ദേഹം എന്നോട് സിനിമയിൽ പറയുന്നത് സെക്ഷൻ 80 മാത്രം പോരാ, സെക്ഷൻ 83 ഡിലീറ്റ് ചെയ്യണം എന്ന് പറയുന്ന ആളാണ്. ഇതിന് അപകടമുണ്ട്. കാരണം ഇപ്പൊ 29,000 കേസുകൾ കെട്ടിക്കിടക്കുന്നതിൽ ക്രിസ്ത്യാനിയുടെ ഹിന്ദുവിന്റെ അല്ല, അതിനകത്ത് ഭൂരിഭാഗം കേസുകളും മുസ്ലിം സമുദായത്തിന്റെയാണ്. അപ്പൊ ഒരു ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു നിയമം ഈ നാട്ടിൽ നിലകൊണ്ടാൽ ആ നിയമം മാറ്റേണ്ടതാണ്. പക്ഷെ അത് മാറ്റണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിനും രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ഇവിടെ ആരെങ്കിലും വന്നാൽ അതിനോട് മുഖത്ത് നോക്കി പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്നാണെങ്കിലും ഈ മാസം പഞ്ചായത്ത് ഇലക്ഷനൊന്നും വരാനില്ല, ഈ മാസം നിയമസഭാ ഇലക്ഷൻ വരാനില്ല. ഇവിടെ സമരസമിതിയുടെ മുമ്പിൽ നിൽക്കുന്ന ആളുകളോട് പറയുന്നത്, നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനാണ്. BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് പഞ്ചായത്തിലല്ല, ചിലപ്പോൾ നിയമസഭയെ മത്സരിപ്പിക്കും. അപ്പൊ നിങ്ങൾ പറയുന്നത് പഞ്ചായത്ത് മത്സരിക്കാനാന്നല്ല. നിങ്ങൾ പഞ്ചായത്തിലല്ല, നിങ്ങൾ അങ്ങനെ അടച്ചധിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ ചിലപ്പം നിയമസഭയെ മത്സരിപ്പിച്ചെന്നിരിക്കും. അതൊക്കെ വേറെ. ഇത് രാഷ്ട്രീയമല്ല. ഇത് രാഷ്ട്രീയത്തിനപ്പുറത്ത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് ഒരു നിലനിൽപ്പുണ്ടാകണം. ഭരണഘടന പ്രിയാമ്പിളിൽ കൃത്യമായി സെക്യുലർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആ വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ തുടരണമെങ്കിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആ വാക്ക് സെക്യുലർ എന്ന വാക്ക് തുടരണമെങ്കിൽ വഖഫ് ഭേദഗതി ചെയ്തേ പറ്റൂ. അത് നിർബന്ധമായും ആവശ്യമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറവൂരിൽ പരിപാടിക്ക് വന്നായിരുന്നു. അപ്പൊ ഇവിടെ വന്ന് അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടി, ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി ഓടി വന്നതാണ്. ഇവിടെ വന്ന എല്ലാവർക്കും സമരം മുനമ്പത്ത് നിന്നും എറണാകുളത്തെത്തി. എറണാകുളത്ത് നിന്ന് ഇന്ന് സംസ്ഥാനത്തൊട്ടായി ഇത് വരുന്ന 20-ാം തീയതിക്ക് ശേഷം
ഈ സമരം ദേശീയ തലത്തിലേക്ക് ശ്രദ്ധ നേടും. ഒരു സംശയമുണ്ട്. ഞങ്ങൾ ഇവിടെ തോറ്റോടാൻ ഉദ്ദേശമില്ല. മുനമ്പംകാർക്ക്, ഞാൻ മുനമ്പംകാരനല്ല, ആദ്യമേ പറഞ്ഞേക്കാൻ മുനമ്പത്ത് നിന്ന് ഇലക്ഷൻ നിൽക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. അതുകൊണ്ട് തന്നെ പറയട്ടെ, നിങ്ങൾ പുറകോട്ട് പോയാൽ പോലെ ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോയില്ല. ഇത് ഒരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടം തീരും വരെ ഈ 610 കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാകുന്നുവെന്ന് ഞങ്ങൾക്ക് ബോധ്യമാകും വരെ ഒരടി പോലും ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് പോകില്ല. നിങ്ങൾക്കൊപ്പം ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? എൻ്റെ പേര് വിജയ് പോൾ. എവിടെയാ സ്ഥലം? ഞാൻ കൊല്ലം രൂപതയിൽ കൊട്ടിയം ഫെർവാനയിൽ മയിലക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് എൻ്റെ സ്ഥലം. ഇപ്പോൾ ഇവിടെ മുൻപത്ത് ഈ പ്രതിഷേധ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണല്ലേ? അതെ, ഞങ്ങൾ മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുമ്പോട്ട് വന്നിരിക്കുകയാണ്. ഈ വഖഫ് നിയമം, അതായത് ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ള അന്യായമായി അവർ കരുതി വെച്ചിരിക്കുന്ന ആ ഒരു കുറേ ഭൂവസ്തുക്കളും ഇതിപ്പോൾ ഞങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് കുറച്ച് ആൾക്കാർ അവർ കരമടയ്ക്കുകയും അവർ ഗവൺമെൻറ് ആവശ്യപ്പെട്ട നിയമം അനുസരിച്ചുള്ള എല്ലാ നികുതികൾ അടയ്ക്കുകയൊക്കെ ചെയ്ത് താമസിച്ചുകൊണ്ട് വന്നിരുന്നവരാണ് അവർ. വളരെ പെട്ടെന്ന് ഇത് ഞങ്ങളുടേതാണ് എന്ന് പറയുമ്പോൾ ഇത് ഇപ്പോൾ മുനമ്പം സമരവേദിയിലാണ് നടക്കുന്നെങ്കിലും മറ്റ് പല ഇടങ്ങളിലേക്ക് ഇത് വ്യാപരിക്കാൻ സാധ്യതയുണ്ട്. അത് തെറ്റാണ്. ആ വഖഫ് നിയമം പൊളിച്ചെഴുതി എല്ലാവർക്കും തുല്യനീതി നടപ്പാക്കണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ പ്രതീക്ഷ സംസ്ഥാന സർക്കാരാണോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരാണോ? അല്ല, ഇത് അധികാരികൾ ഒരു സർക്കാർ മാത്രമല്ല, എല്ലാ സർക്കാരും ഇതിന് കാര്യം ഇത് ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല, അല്ലെങ്കിൽ ഒരാളുടെ മാത്രമല്ല. ഇതിപ്പോൾ ഇന്ന് എനിക്കെങ്കിൽ നാളെ നിങ്ങൾക്ക് സംഭവിക്കാതെ. അപ്പോൾ നമ്മൾ ഈ കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും വിവിധ സർക്കാരുകൾ, രണ്ട് സർക്കാരുകളും ഒരേപോലെ നീങ്ങുകൊണ്ട് എല്ലാ ജനങ്ങൾക്കും, അതാരുമാകട്ടെ, എല്ലാ ജനങ്ങൾക്കും തുല്യ നീതി നടപ്പാക്കും. എല്ലാ ജനങ്ങൾക്കുമാണെന്ന് പറയുമ്പോഴും ഇത് ക്രൈസ്തവരും ഹിന്ദുക്കളും മാത്രമാണ് ഇതിലൊരു പ്രതിഷേധവുമായിട്ട് വന്നിരിക്കുന്നത്. മുസ്ലിങ്ങളുടെ ഭൂമി ഇതുപോലെ വഖഫിന്റെ കൈകളിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും കേരളത്തിലെ ഇസ്ലാമിക സംഘടനകളാരും തന്നെ ഇതിലൊരു പ്രതിഷേധവുമായിട്ട് വഖഫ് ബോർഡിനെതിരെ വന്നിട്ടില്ല. അതിനെങ്ങനെയാണ് വഖഫ് നിയമങ്ങൾ ഭേദഗതി നടത്തണം എന്നുള്ള ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമിക സംഘടനകൾ മുന്നോട്ട് വന്നിട്ടില്ല എങ്കിൽ പോലും ധാരാളം മനുഷ്യ സ്നേഹികളും അതുപോലെ തന്നെ ഒറ്റപ്പെട്ട പല കുടുംബങ്ങളും, ധാരാളം ആളുകൾ ഈ വഖഫ് കരിനിയമത്തിനെതിരെ അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. ധാരാളം ആളുകൾ, ഞങ്ങൾ അടുത്തിടയിൽ ധാരാളം ആളുകളുമായിട്ട് ഞങ്ങൾക്ക് തന്നെ ഒത്തിരി ഫ്രണ്ട്സുണ്ട്. അപ്പോൾ അവരെല്ലാവർക്കും വലിയ ഉത്കണ്ഠയും വേദനയുമുണ്ട്. കാരണം എല്ലാവരുടെയും അവർക്ക് വേണ്ടപ്പെട്ടവരുടെയൊക്കെ ഭൂമി പലപ്പോഴും നഷ്ടപ്പെടുന്നതായിട്ട് അറിഞ്ഞിട്ട് അവരെല്ലാവരും മാനസികമായിട്ട് ഇതിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്.